പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പകലിൻ്റെ വേളയിൽ നമുക്കെല്ലാവർക്കും ദൈവസ്ഥനിൽ ഒരുമിച്ച് കൂടി വരുവാൻ തക്കോണം വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ വലിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ വന്ന സമയം മുതൽ, നമ്മൾ ആദ്യം പാടിയ പാട്ടുകൾ മുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് പാടുവാനായിട്ട് നമുക്കിടയായി തീർന്നു. സഹസ്മാരെ, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ജീവിക്കേണ്ടത് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നത് പാപികളെ തേടിയല്ല, പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കടന്നു വരുന്നത്. അപ്പം നമ്മുടെ ജീവിതം ഇനി എങ്ങനെയുള്ളതായിരിക്കണമെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യം ചിന്തിക്കണം. നമ്മൾ ദൈവത്തോട് അടുക്കുന്നത് നമ്മളെങ്ങനെയാണ് അടുക്കുന്നത്? നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് അടുക്കുന്നത്. നമ്മൾ ദൈവത്തോട് അകലുന്നത് എങ്ങനെയാണ്? മനസ്സുകൊണ്ട് തന്നെ നമ്മൾ അകലുന്നത്. അപ്പം നമ്മുടെ മനസ്സ് ദൈവസേനയിൽ വലിയൊരു വിഷയമാണ്. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം, അതിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. 11-ന്റെ 2 കൊരിന്ത്യർ ലേഖനം 2-ന്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭയം കൊരിന്ത്യ സഭയിലുള്ളായിരുന്ന വിശ്വാസികളെക്കുറിച്ച് നമ്മൾ ഈ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പം, ഈ യഹൂദന്മാരുടെ ഇടയിൽ ആ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർ വിവാഹ നിശ്ചയം ചെയ്യുന്ന മണവാളന് അല്ലെ മണവാട്ടി ആകാൻ പോകുന്ന ഇവർക്ക് 2 പേർക്കും 2 തോഴിമാരുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ, ഇവരെ സജ്ജരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവർ നിർമ്മലനായിരിക്കണം. ഇവർ കറയില്ലാത്തവരും കളങ്കമില്ലാത്തവരും യാതൊരു കുറവുമില്ലാത്തവരാണെന്ന് ആര് പറയണമെന്ന് ചോദിച്ചാൽ, ഈ തോഴി പറയണം, ഈ മണവാളിനോട് പറയണം, ഈ മണവാട്ടിക്ക് യാതൊരു ന്യൂനതയും ഇല്ലാത്തതാണ്, ഇവൾ നിർമ്മലതയുള്ളവളാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ മണവാളൻ ഈ മണവാട്ടിയെ വിവാഹം കഴിക്കത്തുള്ളൂ. അപ്പം അവർ ആ സമയത്ത് ആ യഹൂദ സമ്പ്രദായത്തിൽ അവരതിൻ്റെ ഇടനിലക്കാരായിരുന്നു ഈ തോഴിമാർ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇന്ന് വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികൾക്ക് ഈ കാര്യത്തിലൊരു ഇടനിലക്കാരനാണ്. കാരണം ഇവരെ നിർമ്മലരാക്കി, കറയില്ലാത്തവരാക്കി, കളങ്കമില്ലാത്തവരാക്കി ഇവരെ ദൈവസന്നിധിയിൽ നിർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ ചിന്തിക്കുക, ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ മിക്ക പേരും, വളരെ കുറച്ച് പേരേ ഉള്ളൂ സ്നാനപ്പെടാത്തവർ. ബാക്കി എല്ലാവരും വീണ്ടും ജനിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ തന്നെയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. നമ്മുടെ ഇനിയത്തെ നമ്മുടെ വെമ്പൽ, നമ്മുടെ ഉള്ളിലെ ആഗ്രഹം, നമ്മുടെ ആശ എന്തായിരിക്കണം? നമ്മുടെ ആത്മ മണവാളിനെ കാണണം, വേളി കഴിക്കണം. ഇതാണോ നമ്മുടെ ഹൃദയത്തെ മതിക്കുന്നത്, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്, നമ്മുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന കാര്യം ഇതാണോ? അതോ ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യമാണോ? നമ്മളിന്ന് കേട്ടതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പലവിധമായ കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, അപമാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കറിയാം, ഈ കൊരിന്ത്യ സഭയിൽ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം പറയുമ്പോൾ തന്നെ അവിടെ ദുരുപദേശങ്ങളുണ്ട്, കള്ള അപ്പോസ്തലന്മാരുണ്ട്, കള്ള പ്രവാചകന്മാരുണ്ട്, പല ആൾക്കാരുമുണ്ട്. ഇവരിൽ നിന്നെല്ലാം ആരെ സൂക്ഷിക്കണം? ഈ വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസികളെ സൂക്ഷിക്കേണ്ടത് അവിടുത്തെ ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്തമാണ്. ഓരോ സഭയിലും, അന്ന് കൊരിന്ത്യ സഭയിൽ അപ്പോസ്തലനായ പൗലോസിന് ആ ഒരു എരിവും തീക്ഷ്ണതയും ഉള്ളതുപോലെ തന്നെ ഓരോ സഭയിലും, നമ്മുടെ സഭയിലും നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിലുള്ള ഓരോ വിശ്വാസികളും കറ തീർന്നവരായിട്ട്, അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരായിട്ട് തീർക്കണം. ഈ പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം, ഈ ലേഖനം നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒത്തിരി കഷ്ടങ്ങൾ, തൻ്റെ കഷ്ടങ്ങളുടെ ഒരു കാൽ ഭാഗം മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
ബാക്കി മുക്കാൽ ഭാഗവും രേഖപ്പെടുത്തിയിട്ടില്ല. താൻ അനുഭവിച്ചു പോയ കഷ്ടങ്ങൾ നമുക്കറിയാം. അത് ഇവിടെ വായിച്ച് സഹോദരന്മാരിൽ നിന്ന് താൻ 5 അടി, അത് 40 വട്ടം, ഒന്ന് കുറയെ 5 അടി കോലിനാലും ചാട്ടവാറിനാലും അടികൊണ്ട് ഇങ്ങനെ പല കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. എന്നിട്ടും തന്നെ ഭരിച്ചിരുന്ന കാര്യം തൻ്റെ കഷ്ടങ്ങളോ വേദനകളോ തൻ്റെ പ്രയാസങ്ങളോ തൻ്റെ മരണഭയങ്ങളോ ഒന്നുമല്ലായിരുന്നു. തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭാരം, അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, സർവ്വസഭയെക്കുറിച്ചുള്ള ഭാരം തന്നെ തിന്നുകളഞ്ഞു. സർവ്വസഭയെക്കുറിച്ച്. സഭയെന്ന് പറയുമ്പം സഹോദരന്മാരെ, നമ്മൾ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുക്കപ്പെടുന്ന ഓരോ വ്യക്തികളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് സഭയെന്ന് പറയുമ്പോൾ ആഗോള വ്യാപകമായി പൊതുവേ കിടക്കുന്നൊരു സംഭവമാണ്. നമ്മൾ മാത്രമല്ല, വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. അപ്പം പൗലോസിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ക്രിസ്തു എന്ന ഏക പുരുഷന് നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം. ദൈവത്തിൻ്റെ വേദിയിൽ വായിക്കുന്നു, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4-ഉം 5-ഉം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സേവിക്കണം. നിൻ്റെ എല്ലാ ആ വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 6-ന്റെ 4-5 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 6-ന്റെ ആ ആ ആ ആ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ വഴി നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ ഇതായിരിക്കണം. പൂർണ്ണ ഹൃദയത്തോടായിരിക്കണം നീ ദൈവത്തെ സേവിക്കുന്നത്. ഇത് നിന്റെ മക്കൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് നെറ്റിമേലൊരു പട്ടമായിട്ട് കെട്ടണം. ഇത് കാണുന്നവർ ഓടിച്ചു വായിക്കണം. നിന്റെ വീടിൻ്റെ കട്ടിൽക്കാൽമേലും കുറുമ്പടിമേലും ഇത് എഴുതി വെക്കണം. ഇന്ന് കട്ടിൽക്കാൽമേലും കുറുമ്പടിമേലും ഇത് ഉണ്ടെന്നുള്ള സത്യമാണ്, ഹൃദയത്തിലില്ലെന്നുള്ള. ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കട്ടിൽക്കാൽമേലും കുറുമ്പടിമേലും അല്ല അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണെന്നോ അത് എടുത്തു കളയണമെന്നോ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഇത് വേണം. നമ്മുടെ ഹൃദയത്തിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അവിടെ പറയും, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിർമ്മലത വിട്ട് നിങ്ങൾ വഷളായിപ്പോയി. ഔവായെ എങ്ങനെയായി ചതിച്ച്? ഉവായത്താൽ ചതിച്ചെന്നാണ് വായിക്കുന്നത്. ഔവായ്ക്ക് സംഭവിച്ചൊരു കാര്യം, ആദാമിൽ നിന്നുണ്ടായിരുന്ന പൗത്രതകളെല്ലാം നഷ്ടപ്പെട്ട് താൻ ഏകനായിട്ടാണ് സാത്താൻ തന്നെ വഞ്ചിക്കാൻ ഇടയായിത്തീർന്നത്. സഹോദരന്മാരെ, നമ്മളെയും വഞ്ചിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തി നമ്മളെ കൊണ്ടുപോയി നമ്മളെ വിവിധങ്ങളായ പരീക്ഷകളാക്കിയിട്ട് സാത്താൻ നമ്മളെ വഞ്ചിച്ച് കളയാനായിട്ട് ഇടയുണ്ട്. അവിടെ ആദാമിൽ നിന്നുണ്ടായിരുന്ന ഏകാഗ്രത ഔവയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ഔവായെ ഉവ്വായത്താൽ ചതിച്ചു. പിന്നെ പറഞ്ഞ കാണുവാൻ ഭംഗിയുള്ളത് തിന്മാൻ ജ്ഞാനം പ്രാപിപ്പാൻ ഹാമ്യമെന്ന് കണ്ടു. എന്നിട്ട് എന്ത് ചെയ്ത്? അതൊന്ന് ആലോചിക്കുക. കണ്ട് ഇങ്ങനെ ചിന്തിച്ച് അത് ആസ്വദിച്ച് ആ ചെയ്യാനുള്ള പരീക്ഷ നമ്മൾ നോക്കണ്ടേ. കാണുവാൻ ഭംഗിയുള്ളത് കണ്ടോണ്ടേ അതിൻ്റെ ഭംഗിയെല്ലാം അങ്ങ് ആസ്വദിച്ച് നമ്മുടെ ജീവിതത്തോടെ ശോധന ചെയ്ത് നോക്കുക. അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. ജ്ഞാനം പ്രാപിപ്പാൻ ഹാമ്യമെന്ന് കണ്ട് പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു. കണ്ടോ? ആദ്യം ആരാ പാപത്തിൽ അകപ്പെട്ടിരിക്കുന്ന? ദൈവത്തിൻ്റെ വചനത്തിൽ തീമോഥെയോസിനെ വായിക്കുന്നത് ആദാം അല്ല ഔവയാണ് ആദ്യം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഔവ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു പറയുമ്പം സഹോദരന്മാർ ചിന്തിക്കണം, സഹോദരിമാർക്ക് മാത്രമുള്ള കാര്യമല്ല, നമ്മളെല്ലാവരെയും അവിടുന്ന് കന്യകമാരായിട്ടാണ് കാണുന്നത്. ആത്മീയ കന്യകത്വം നമ്മളിൽ നഷ്ടപ്പെടാനായിട്ട് പാടില്ല. അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് നമ്മുടെ ശുശ്രൂഷകളിലൂടെ നടക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പം എഫേസ്യ ലേഖനം 5-ാം അധ്യായം സാധാരണ നമ്മൾ വായിച്ച് കേൾക്കുന്നത്, അതിൻ്റെ 5-ന്റെ 30-ാമത്തെ വാക്യം കേൾക്കുന്നത് വിവാഹ സമയത്താണ് കേൾക്കുന്നത്, കല്യാണ സമയത്താണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം പറയാലോ, ഇത് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആ വധൂവധന്മാർ പോലും അത് ശ്രദ്ധിച്ച് കേൾക്കുന്നില്ലെന്നുള്ള സത്യം. കാരണം അവരുടെ ഈ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുക. ചെല്ലുന്നവരെങ്ങനെയാണ് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് പോകണമെന്നുള്ള വ്യഗ്രതയിൽ അവരും ഇരിക്കുന്നത്. കാരണം ഷുഗർ രോഗികളുണ്ട്, നേരത്തെ ഇന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ഭക്ഷണം കഴിഞ്ഞ് പോകാമെന്നത് അവരും ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ 30-ാമത്തെ വാക്യം ഇരിക്കുന്നത്,
നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലുത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത് ഭാര്യയും ഭർത്താവിനെയും മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഇത് ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ച് പറഞ്ഞ ഇരുവരും ഒരു ദേഹമായി തീരും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവുമായിട്ട് ഒരു ദേഹമായി തീരേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ ഏകാഗ്രതയിൽ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അത് പറഞ്ഞ് അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോട് ഒന്നായി നമ്മൾ ഭർത്താവ് ഇരുവരും ഒരു ദേഹമായി തീരും. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? നമ്മളെല്ലാം വിട്ട് നമ്മൾ ക്രിസ്തുവിനോടൊരു ശരീരമായിട്ട് നമ്മൾ തീരേണ്ട ആവശ്യമുണ്ട്. ആ ശിരസ്സായിരിക്കുന്ന ആ ശിരസ്സിൽ നിന്ന് വരുന്നത് കാര്യം മാത്രമേ ശരീരത്തിന് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ. നാം ക്രിസ്തുവാകുന്ന തലയോട് ബന്ധപ്പെട്ടവരാണെങ്കിൽ ആ ക്രിസ്തുവിൽ നിന്ന് വരുന്നതിനെ മാത്രം നമുക്ക് ഉൾക്കൊള്ളാനായിട്ടും സ്വീകരിക്കാനായിട്ടും കഴിയുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ 1 യോഹന്നാൻ 2:24 വാക്യം ഒന്ന് വായിച്ച്. 1 യോഹന്നാൻ 2:24. 1 യോഹന്നാൻ 2:24. ആ ആ കണ്ടോ? ആദ്യം മുതൽ കേട്ട നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നത് പുത്രനിലും പിതാവിലും വസിക്കും. അപ്പോൾ ഒരു ശരീരം ആയി കഴിഞ്ഞാൽ ആകേണ്ട ഒരു അവസ്ഥയുണ്ട് വീണ്ടെടുക്കപ്പെട്ടവര്. അതിന് ദൈവമായിട്ട് നമ്മൾ ഒന്നായി തീരേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്കും മറ്റു പല കാര്യങ്ങളെ വേഗം മറ്റു പല പരീക്ഷകളെ നമുക്ക് എതിർക്കാനായിട്ടും അതിൻ്റെ മേൽ ജയമുള്ളവരായി തീരാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ നമ്മൾ സങ്കീർത്തനം 45 അതും കല്യാണ സമയത്ത് വായിക്കുന്നൊരു വാക്യമാണ്. ആ വാക്യം നമ്മൾ വായിച്ചേ. 45 സങ്കീർത്തനം 45 സങ്കീർത്തനത്തിൻ്റെ 10 മുതലുള്ള വാക്യം. അല്ലയോ കുമാരി, കേൾക്ക, നോക്ക, ചെവി ചായ്ക്ക, സ്വജനത്തെ നിന്റെ പിതൃഭവനത്തെ മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സേർ നിവാസികൾ ജനത്തിന്റെ ധനവാന്മാർ തന്നെ കാഴ്ചവെക്കുന്നു, നിന്റെ മുഖപ്രസാദം തേടുന്നു. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണത ആകുന്നു. അവളുടെ വസ്ത്രം പൊൻ കശപ് കൊണ്ടുള്ളതും അവൾ ചിത്രത്തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരോട് കൂടെ നടക്കുന്നു. കന്യകമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. ഇവരാരെ കൊണ്ടുവരുന്നത്? ഇവരെ കൊണ്ടുവരുന്ന ആരാ? ഒരുക്കി ഇവരെ കൊണ്ടുവരുന്ന ആരാ? നമ്മളിവിടെ വായിച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, യഹൂദന്മാരുടെ ഇടയിൽ 2 തോഴിമാരുണ്ടാകും. ഈ വിവാഹ നിശ്ചയം ചെയ്തവരെ ഒരുക്കി അവരെ ആ കൃത്യസമയത്ത് കൊണ്ടുവരുന്ന അവരുടെ അടുക്കൽ അന്ന് വായിച്ചു. ഇവിടെ വായിച്ച് എങ്ങനെ നമ്മൾ വായിച്ചു? ഇതിൻ്റെ 14 വാക്യം. അവളെ ചിത്രത്തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധി കൊണ്ടുവരും എന്ന് നമ്മൾ വായിച്ചു. ഇവിടെ കൊണ്ടുവന്ന ആരാ ധരിപ്പിക്കും? അവളുടെ തോഴിമാരുടെ കൂടെ നടക്കുന്ന കന്യകമാരായി നിന്റെ അടുക്കൽ കൊണ്ടുവരും. അവർ തോഴിമാരുടെ കൂടെ നടക്കുന്ന കന്യകമാരായിട്ടുള്ളവരെയാണ് അവിടെ കൊണ്ടുവരുന്നത്. നിരന്തരം ദൈവത്തിൻ്റെ ഇന്ന് നമ്മളെ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ കാന്തയായി തീരാനായിട്ടും ആ കാന്തൻ വെളിപ്പെടുന്ന സമയത്ത് അവനെ വേളി കഴിക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ സൗസുമാരെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും നമ്മളെ ഒരുക്കുക, നമ്മളെ പണിയുക. നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 19 അധ്യായത്തിൻ്റെ 19 അധ്യായത്തിൻ്റെ 17 വാക്യം ഒന്ന് വായിച്ച്. വെളിപ്പാട് പുസ്തകം 19:7. ആ ആ ആ ഇവിടെ സാധാരണ നമുക്കറിയാം, വിവാഹ നിശ്ചയം ചെയ്ത് വിവാഹം കഴിക്കാൻ സമയമാകുമ്പം ലോകപ്രകാരം ഇവരെ ഒരുക്കുന്നത് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ടാണ് ഒരുക്കുന്നത്, അല്ലേ? മറ്റുള്ളവരെ ഒരുക്കുന്നത്, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് തൻ്റെ കാന്തയും തന്നെത്താൻ തന്നെ ഒരുക്കുന്നു. എന്തിനാ? കുഞ്ഞാടിൻ്റെ അവിടെ വായിക്കുന്ന 19:7 നമ്മൾ വായിക്കുന്നത്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം
വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. നമുക്കറിയാം ഇന്ന് വെള്ളം മാത്രം ഇട്ടുകൊണ്ട് ചെല്ലണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ വന്ന വിശേഷ വസ്ത്രം അല്ലെങ്കിൽ എന്താ അത് ആ നീതി പ്രവൃത്തി? ഞാൻ ഇടുന്ന വെള്ള ഷർട്ടല്ല, വെള്ള ഷർട്ട് ഇടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ വെള്ള ഷർട്ട് ഇടാറുണ്ട്, വെള്ള ഷർട്ട് ആരെയും ഞാൻ വിമർശിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ വെള്ള ഷർട്ട് കൊണ്ട് മാത്രമേ ഞാൻ വിശുദ്ധി കാണിക്കാൻ പാടില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കേണ്ട കാര്യം ഇവിടെ വന്ന് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നത് തൻ്റെ കാന്തയും തന്നെത്താൻ. ഇവിടെ ഒരുങ്ങേണ്ടത് ഇവിടുത്തെ കാന്തകളുടെ പ്രത്യേകത. വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വ്യക്തികൾ അനുദിന ജീവിതത്തിൽ തങ്ങളെ തന്നെ ഒരുക്കണം. ഏതെല്ലാം കാര്യത്തിൽ ഒരുക്കണമെന്ന് നമ്മളെ തന്നെ ശോധന അറിയാം. ക്ഷമിക്കാത്ത മനോഭാവത്തോടെ നമുക്കിരുന്നിട്ട് കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ പോകുമെന്നും നമ്മൾ വിവാദത്തിൽ അകപ്പെടുമെന്നും നമുക്ക് തോന്നുന്നുണ്ടോ? സഹോദരന്മാരെ, കഴിയത്തില്ല. ആ മണവാളനൊരു യോഗ്യതയുണ്ട്. ആ മണവാളൻ്റെ യോഗ്യതയ്ക്കൊത്ത മണവാട്ടിയെ മാത്രമേ മണവാളൻ വേളി കഴിക്കത്തുള്ളൂ, ഇല്ലേ വേളി കഴിക്കത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടി വരുന്നതിൻ്റെ ഏക ലക്ഷ്യം വേറൊന്നിനുമല്ല, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, നമ്മളെ തന്നെ കഴുകുവാൻ, നമ്മളെ തന്നെ വെടിപ്പുള്ളവരാക്കി തീർക്കുവാൻ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും കൂടാതെ അവർ സന്നിൽ നമ്മളെ നിർത്താനായിട്ടാണ്. സഭയ്ക്ക് വേണ്ടി തന്നെ അവൾക്ക് വേണ്ടി തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് ഓരോ ദിവസം ചെയ്യുന്ന എന്താ? നമ്മൾ പിന്മാറിപ്പോകുമ്പോൾ, നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ അവിശ്വസിച്ച് പോകുമ്പോൾ ഒക്കെയും ദൈവത്തിന് വേണ്ടി നമ്മൾ അവിശ്വസരായിരിക്കുമ്പോഴും അവൻ്റെ വിശ്വസ്തതയ്ക്ക് അവൻ ഭംഗം വരുത്തുന്നില്ല. അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയത്തില്ല. ഞാൻ പിന്മാറിപ്പോയാലും ദൈവം സൗരന്മാരെ എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല. എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോവാൻ കഴിയും. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം നിത്യസ്നേഹമാണ്, അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്ന പോലത്തെ സ്നേഹമല്ല. അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് പരിശുദ്ധാത്മാവിനാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. ഈ സ്നേഹമാണ് നമ്മൾ തമ്മിൽ പകർന്നു കൊടുക്കുന്നത്. ഈ സ്നേഹം പകർന്നു കൊടുക്കുമ്പം നമ്മളെ എതിർത്താലും ശരി, നമ്മളോട് മത്സരിച്ചാലും ശരി, നമ്മളോട് ശകാരിച്ചാലും ശരി, നമുക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ഈ ആത്മാവല്ല നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ ഏകാഗ്രതയോടല്ല എങ്കിൽ നമ്മൾ സംഭവിച്ചു പോകുന്ന കാര്യം, നമ്മളവിടെ എല്ലാം അസ്വസ്ഥരായിത്തീരും. നമ്മൾ ആ നിർമ്മലത നഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മുടെ നിർമ്മലത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. നമുക്കറിയാം, പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പം അവിടെയും വിവാഹ നിശ്ചയം ചെയ്ത ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ചോ വയലിൽ വെച്ചോ ഒരാൾ തന്നെ ആക്രമിക്കുകയാണെന്ന് കൂട്ടിക്കുവോ, അല്ലെങ്കിൽ നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞ അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയെന്ന് കൂട്ടിക്കുവോ, ഇവൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവൾ ഒച്ചയിടണം. ഇവൾ എതിർത്ത് നിൽക്കണം. ഇവൾ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ഇവൾക്ക് വിടുതലുണ്ട്. ഇവളെ ഉപദ്രവിക്കാൻ വന്നവനെ ശിക്ഷ കൊടുക്കും. അല്ല, ഇവൾ എതിർത്ത് നിൽക്കുന്നില്ലെന്ന് കൂട്ടിക്കുവോ, ഇവൾക്ക് സമ്മതമാണെന്നും മറ്റവനോട് കൂടെ ഇവളെ നശിപ്പിക്കും. ഇവിടെ കാണിക്കുന്നത് പാപത്തോട് നിങ്ങൾ ഇന്നുവരെ എതിർത്ത് നിന്നിട്ടില്ല. എങ്ങനെയാണ് എതിർത്ത് നിൽക്കണ്ടേ? പ്രാണത്യാഗത്തോളം. മരിക്കേണ്ട വന്നാലും, നഷ്ടം സഹിക്കേണ്ട വന്നാലും, അപമാനം ഏൽക്കേണ്ട വന്നാലും, നിന്ന ഏൽക്കേണ്ട വന്നാലും, സഹോദരന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാപത്തിന് നമ്മളെ വിട്ടുകൊടുക്കരുത്. പാപം ഒരു ക്യാൻസർ രോഗത്തെക്കാൾ കടുപ്പമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനോട് നമ്മൾ ആ മനോഭാവത്തോടെ എതിർത്തിരിക്കണം. പാപത്തെ നമ്മുടെ കർത്താവ് എങ്ങനെ കണ്ടോ അതേ മനോഭാവത്തോടെ ഞാൻ പാപത്തെ കാണണം. പാപത്തെ ഞാൻ ഒരു ലഘുവായിട്ട് അതിനോട് സമീപിക്കാൻ പാടില്ല. യോഹന്നാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ കാലം മുതൽ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികളോ അത് പിടിച്ചടക്കുന്നു. പാപത്തിനെതിരെ ഒരു ബലാത്കാരത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. അതിനോട് നമുക്ക് എതിർത്ത് നിൽക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. ഈ രണ്ട് ശക്തികൾ തമ്മിൽ ദൈവമക്കളായ നമ്മളിൽ നിരന്തരം പോരാട്ടമുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം അതിൻ്റെ 6-ന്റെ 11 അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6 അതിൻ്റെ 11 വാക്യം. അവിടെ പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മളോട് ഇന്ന് അവൻ വരുന്ന സഹോദരന്മാരെ, സാത്താൻ നമ്മളെ ഇന്ന് നമ്മുടെ അടുക്ക സമീപിക്കുന്നത് തന്ത്രങ്ങളുമായിട്ടാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവന് ആയുധമില്ല,
അവൻ ആയുധമില്ലാത്തൊരു പടയാളിയാന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ താൻ മരിച്ച സമയത്ത് അവൻ്റെ സർവായുധ വർഗ്ഗങ്ങളും വെച്ച് അവൻ്റെ തലമേൽ ജയോത്സവം കൊണ്ടാടി. അവനിപ്പോൾ ആയുധമില്ല. അവനിപ്പോൾ ആകെപ്പാടെ നമ്മളെ ഒന്ന് ദൈവത്തിൽ നന്ദിപ്പെടുത്താനായിട്ട് നമ്മളെ ശ്രമിക്കുന്ന എന്താ? തന്ത്രമാണ്. നമ്മൾ ഈ തന്ത്രങ്ങളെ അറിയത്തില്ലാത്തവരല്ലോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അറിയത്തില്ലാത്തവർ തന്നെയാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും ആ തന്ത്രത്തിൽ അകപ്പെട്ടു പോകുന്നു. നമ്മൾ എങ്ങനെ അകപ്പെട്ടു പോകുന്നത്? പൗലോസ് പറഞ്ഞ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിർമ്മലത വിട്ട് വഷളായി പോകുന്നതേ ഭയപ്പെടുന്നത്. നമ്മുടെ മനസ്സ്, വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മനസ്സ് എപ്പോഴും ദൈവീയ കാര്യങ്ങളാൽ നിറയപ്പെടുകയും ചിന്തിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അവിടെ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, അതായത് നമ്മൾ കൊലോസ്യത്തിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിലൊന്ന് മാത്രം ചിന്തിക്കണം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ തന്നെ അന്വേഷിക്കണം. സഹോദരന്മാരെ, നമ്മളൊന്ന് ചിന്തിക്കാൻ നോക്കിയേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുണ്ട്, ചില നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ദൈവത്തിൽ നന്ദിപ്പെട്ടു പോകാൻ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ആത്മീയ സുബോധമുള്ളവരാണെങ്കിൽ. എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും മടങ്ങി വരുവാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് എപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ നിറയ്ക്കണം. നമുക്കതിന് സമയമില്ല. നമുക്ക് ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവിടുത്തെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വചനമാണ് നമ്മളെ ഇരുളുള്ള വഴിയിലൂടെ, കാറ്റുകളും കോളുകളുള്ള വഴിയിലൂടെ, പ്രതികൂലങ്ങളുള്ള വഴിയിലൂടെ നമ്മളെ പ്രകാശം നൽകി നമ്മളെ ഉത്സാഹിപ്പിച്ച് നടത്തുന്നത്. അപ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് കഴിയും? അപ്പോൾ വചനത്തിന് പ്രാധാന്യമുണ്ട് സഹോദരന്മാരെ. വചനം വായിക്കണം. നമുക്കിനി എന്തെല്ലാം പണിയുണ്ടെങ്കിലും നമ്മൾ മറിയെക്കുറിച്ചൊരു കാര്യം വായിക്കുന്ന, കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് മറിയ എന്ത് ചെയ്യുന്നേ? ദൈവത്തിൻ്റെ വചനം കേട്ടു. അവൾ ഇങ്ങനെ പറഞ്ഞേ, അവളിൽ നിന്ന് ആർക്കും അത് അപഹരിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. ഈ ലോകത്ത് ഒരു കാര്യം അപഹരിച്ചെടുക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കാര്യവും അപഹരിച്ച് കളയാൻ ആർക്കഴിയല്ല. കാരണം വചനം ധ്യാനിച്ച് കഴിയുമ്പം വചനം കർത്താവായ യേശു ക്രിസ്തുവാ തൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുക. അപ്പം നമ്മളിലേക്ക് ആവശ്യിക്കും തോറും ഈ ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് നമുക്ക് എതിർത്ത് നിൽക്കാനുള്ള എല്ലാ ആത്മീയ ജ്ഞാനവും എല്ലാ ഉപദേശവും നമുക്ക് നൽകി തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് ഇന്ന് ഒരു കൂട്ടർക്ക്, രണ്ട് കൂട്ടർക്ക് തെറ്റിപ്പോയിരിക്കുക. ഒരു കൂട്ടർ ഇങ്ങനെ വന്നിരിക്കുന്നത്, അവർ അന്യഭാഷ മാത്രം പറയാനായിട്ടാണ് പരിശുദ്ധാത്മാവ്. ഞാൻ അതിനോട് എതിർക്കുന്ന ഒരാളല്ല സഹോദരന്മാരെ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്, പരിശുദ്ധാത്മാവിനെ തന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിലൂടെയാണ് യേശു ക്രിസ്തുവിൽ എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ നമ്മളെ യേശു ക്രിസ്തുവിനോട് അനുരൂപരാക്കുവാനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നോക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ എന്തുണ്ട്? കഷ്ടമുണ്ട് സഹോദരന്മാരെ, വേദനയുണ്ട്. കാരണം സ്വന്തം ഇഷ്ടങ്ങളൊന്നും അവിടെ നിവർത്തിക്കാനായിട്ട് കഴിയത്തില്ല, സ്വന്തം ഇഷ്ടങ്ങൾക്ക് പോരാടാൻ കഴിയത്തില്ല. അത് ഞാൻ ഇവിടെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷമിക്കാത്ത മനോഭാവത്തോടുകൂടി സഭയെ വന്നിരിക്കാൻ പറ്റുമോ? ക്ഷമിക്കാത്തൊരു മനോഭാവം സൂക്ഷിക്കാൻ പറ്റുമോ? കഴിയത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഉത്സാഹമുള്ളവരായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധിയോടും നിർമ്മലതയോടും സൂക്ഷിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് കാര്യം പറയാം, നമ്മുടെ ചുറ്റുപാടും പാപത്തിൽ ആണ്ടാണ്ട് പോകുന്ന ജീവിതങ്ങളെ കാണുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു വേദനയുണ്ടാവും. എൻ്റെ ദൈവമേ, ഞാൻ അറിഞ്ഞ ഈ സത്യം ആ സഹോദരൻ അറിഞ്ഞിരുന്നെങ്കിൽ, ആ സഹോദരി അറിഞ്ഞിരുന്നെങ്കിൽ, അവൾ ഈ വഴിയിലൂടെ കടന്നു വന്നിരുന്നെങ്കിൽ, വേണ്ട പറയാൻ പോയില്ലെങ്കിലും മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കും. സഹോദരന്മാരെ, ആ ഒരു ആത്മീയ ഭാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് തൻ്റെ ഭാരം എന്തായിരുന്നു നമ്മൾ വായിച്ചത്? ആ വാക്യത്തിരിങ്ങനെ, ഞാൻ അതായത് നമ്മുടെ 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മല കനികളായി വിവാഹനിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ എരിവോടെയാണ്. പൗലോസിൻ്റെ ജീവിതത്തിലായിരുന്ന സ്വന്തം എരിവിലല്ല, ദൈവത്തിലുള്ള ആ എരിവായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഉപായത്തെ ചതിച്ചു പോകുന്ന ഹൃദയം ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും വിട്ട് നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. ആ സമയത്തിൽ, ആ കാലഘട്ടത്തിൽ പൗലോസിന് എതിരെ ഒത്തിരി കള്ള അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അവരെങ്ങനെ വന്നിരിക്കുന്നറിയാവോ? വെളിച്ച ദൂതൻ്റെ വേഷം ധരിച്ചോണ്ടാണ് വന്നത്. കണ്ടാലുണ്ട് നല്ല സൂപ്പർ ആത്മീകരാ. വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ക്ലീൻ ഷേവിങ്ങും, പിന്നെ പറയാൻ നല്ല, ഞങ്ങളാരും പറയുന്ന പോലെയല്ല, നല്ല പ്രാസിക്യമൊത്ത് പ്രസംഗിക്കുകയും ചെയ്യും. അപ്പോൾ കേൾവിക്കാർ ചിന്തിക്കുന്നത് തികഞ്ഞ ആത്മീകരാണ്. അങ്ങനെ ആദ്യം ഇവരെ കയ്യിലെടുക്കും, ഇവരെ വഞ്ചിച്ച് കളയും.
ഇവരെ ക്രിസ്തുവിനുള്ള ഏകാഗ്രത നിർമ്മലം വിട്ടിട്ട് നമ്മളിന്ന് കേട്ടതുപോലെ ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ എന്താ, നമ്മൾ ഈ ലോകത്തിലെ ഭൗതിക കാര്യങ്ങൾ നമുക്ക് തന്നതിൻ്റെ പേരിലല്ല. ഞാൻ ഒരു കാര്യം പറയാം, രക്ഷിക്കപ്പെടാത്ത എത്രയോ പേര് സൗസ്മാരെ നമ്മളിവിടെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ പേര്, ഞാൻ പലപ്പോഴും ടാറ്റായും ബിർളായും അവർ ദൈവത്തെ സ്തുതിച്ചതുകൊണ്ടാണോ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണോ ദൈവം അവർക്ക് കൊടുത്തത്? ദൈവത്തിൻ്റെ സൃഷ്ടിയെ ദൈവം പല നിലകളിലൂടെ കൊടുക്കും. അതല്ല നമ്മുടെ ആത്മീയ അളവുകോൽ നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും വേദനിക്കുമ്പോഴും നമുക്ക് ഒത്തിരി സമൃദ്ധി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. നമ്മുടെ മനസ്സും ഹൃദയവും ഒന്നും ഈ കാര്യങ്ങൾ, നമ്മളൊരു പാട്ട് പാടി, ആദ്യത്തെ പാട്ടിൽ താരകങ്ങളെല്ലാം എന്ത് പറഞ്ഞേ, ആ പാട്ടിനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? ഉരുകിപ്പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉള്ളതെല്ലാം നശിച്ചു പോകുമെന്നാണ് നമ്മൾ പാടിയത്. പക്ഷേ ആ പാട്ട് നമ്മൾ കഴിഞ്ഞു, നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്ക് ഈ നശിച്ചു പോകുന്നതിലല്ല, നിത്യമായി നിലനിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ നമ്മൾ ഉറപ്പിച്ചു വെക്കേണ്ടതായ ആവശ്യമുണ്ട്. നമ്മൾ തിമത്തിയോസിൻ്റെ ലേഖനം, 1 തിമത്തിയോസ് അതിന് 6-ന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. 1 തിമത്തിയോസ് 6-ന്റെ 3. ആ ആ ആ ആ ആ ആ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കേൾക്കാനായിട്ട് കഴിയും. ഈ വാക്കുവാദങ്ങളൊക്കെ നടത്തുന്ന പലരും നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യ വചനവും ഭക്തിക്കൊത്ത ഉപദേശത്തെ അനുസരിക്കാത്ത അന്യത ഉപദേശിക്കുന്നവനെ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാക്കുവാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുകയാണ് ഇവർ. അവരുടെ അവയിൽ അസൂയ, ഷണ്ണ, ദൂഷണം, ദുർസംശയം, ദുർബുദ്ധികൾ, സത്യത്യാഗികൾ, മനുഷ്യരുടെ വ്യർത്ഥവാദങ്ങൾ എന്നിവയെ ഉളവാകുന്നു. അവർ ദൈവഭക്തിയെ ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അവിടെ പറയുന്നത് അവർ ദൈവത്തിൻ്റെ ഭക്തി എന്ത് ചെയ്യുന്നത്? ആദായ സൂത്രമായിട്ട് ഉപയോഗിക്കുക. ഇത് കോരിന്തി സഭയിലും ഉണ്ടായിരുന്നു. കോരിന്തി സഭയിൽ ഈ സംഭവം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പൗലോസ് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ അതിലേക്ക് കടന്നു പോകാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ഹൃദയത്തെ മനസ്സിനെ ഉറപ്പിക്കണമെന്നുള്ളതായിരുന്നു തൻ്റെ ഊണിലും ഉറക്കത്തിലുമുള്ള. നമ്മളറിയാം എഫേസ്യ സഭയിൽ പൗലോസ് ശുശ്രൂഷിപ്പം ഇങ്ങനെ പറഞ്ഞേ, 3 വർഷം രാപകൽ അപ്പൻ മക്കളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് ബുദ്ധി പറഞ്ഞു ഉപദേശിച്ചു. എന്തിനായിരുന്നു? എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. ദൈവമേ, ഇവരുടെ ഹൃദയദൃഷ്ടി കൊടുക്കുന്ന പ്രകാശിച്ചിട്ട് പിതാവായ ദൈവം പുത്രനിലൂടെ ഇവർക്ക് വേണ്ടി ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞതുപോലെ ഈ സഭയിലുള്ള എല്ലാവരും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. നമുക്കറിയാം സഹോദരന്മാരെ, ഇവിടെ ഇപ്പം ഞങ്ങൾ 2-3 പേര് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന കൂട്ടിക്കോ, ഞങ്ങൾ 3 പേര് ശുശ്രൂഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കയറിക്കണമെന്നില്ല. നിങ്ങളുടെ ഹൃദയദൃഷ്ടി ദൈവം തന്നെ പ്രകാശിപ്പിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യം, ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കുകയല്ല, നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇത് ഹൃദയം തുറന്നു കൊടുത്താൽ മാത്രമേ ദൈവത്തിന് വേണ്ടി വായിക്കുന്നു, ഞാൻ ഹൃദയത്തിൻ്റെ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്ക് നിന്നിങ്ങനെ മുട്ടുകയുള്ളൂ. നമ്മൾ മനസ്സോടെ തുറന്നു കൊടുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അതാണ്. ആ സമയത്ത് കള്ളം വന്നത് എങ്ങനെയാണ്? അറക്കാനും മുടിപ്പാനോ വന്നത്. അവൻ തട്ടുമൊന്നുമില്ല, അവൻ തള്ളി അങ്ങോട്ട് കയറിയിട്ട് അവൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പിക്കും നമ്മളെ കൊണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ മാന്യമായ വ്യക്തിയാണ്. ആദ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കും തട്ടും. നമ്മൾ തുറന്നു കൊടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവത്തിനായി തുറന്നു കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കുവാനായിട്ട് ഇടയായിത്തീരുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവേ കർത്താവേ നമ്മൾ വിളിക്കും. അവൻ്റെ കർത്തൃത്വത്തിന് നമ്മൾ എത്രമാത്രം വിധേയപ്പെടുന്നുണ്ട്, ആ കർത്തൃത്വത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ദൈവം നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ ആരോ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്യം വായിച്ചു, നിങ്ങളെ അതരം കൊണ്ട് നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നുണ്ട്. ഹൃദയം ഇസ്രായേലിനെ കൂടി പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം എന്നെ വിട്ട് വളരെ വിദൂരത്തിലാണ്. ദൈവത്തിന് വളരെ വേദനയുണ്ട് സഹോദരന്മാരെ. കാരണം കർത്താവ് ഈ കാര്യങ്ങൾ പറയുമ്പം ദൈവത്തിന് വേണ്ടി വായിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ടോ? കാൽവറി ക്രൂശിൽ യേശു തൻ്റെ ജീവനെ നൽകിയത്, വീണ്ടെടുത്തത് എന്തിനാ? നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, നമ്മളെ വേളി കഴിക്കാൻ വേണ്ടി. നമുക്ക് വേണ്ടി അവിടെ മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുക സഹോദരന്മാരെ. അത് നമ്മൾ മറക്കരുത്.
നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ കൈവിടപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരരുത്. നമ്മൾ വായിച്ച് കേട്ടതുപോലെ, ആ സങ്കീർത്തനത്തിലൊക്കെ വായിച്ച് കേട്ടതുപോലെ, ആ ചിത്രത്തൈയുള്ള അതിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ, അത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആ ദൈവിക സൗന്ദര്യത്തെ അവിടുന്ന് ശരിക്ക് ചെയ്തു തരിക. അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ തകർക്കപ്പെടുവാനും ഞുറുക്കപ്പെടുവാനും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായി തീരുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സൗന്ദര്യം നമ്മളിൽ വർദ്ധിച്ചു വരിക. നമ്മളിൽ കൂർത്തുമൂർത്ത് നിൽക്കുന്നതിനെല്ലാം ചെത്തിക്കളഞ്ഞ് അവിടെ നമ്മളെ പണിയേണ്ട ഒരു അവസ്ഥയുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ആ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്, അല്ലയോ കുമാരി കേൾക്ക, ചെവി ചായ്ക്ക, നിന്റെ സ്വജനത്തെ, നിന്റെ പിതൃഭവനത്തെ. പൈതൃകമായിട്ട് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിപ്പോയ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു കളയണം. പൈതൃകമായിട്ട് നമുക്ക് പിതാക്കന്മാരിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാര്യം പറയാം, നമ്മൾ ആദിമ കാലങ്ങളിൽ കൂടിയിരുന്ന സഭകളിൽ നിന്നും നമ്മൾ കുറച്ച് കാര്യം കേട്ട് ശീലിച്ച് പഠിച്ച്, നമ്മൾ പട്ടത്ത് സഭകളിൽ നിന്ന് വന്നവരാണ്, ബന്ധുക്കോസ് സഭകളിൽ നിന്ന് വന്നവരാണ്, മറ്റുള്ള സഭാവിവാഹങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പം അവിടെ ഉള്ളതൊന്നും ദൈവസഭയിൽ കൊണ്ടുവരാൻ പാടില്ല. ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ അവിടെ പാടുള്ളൂ. അതിനുവേണ്ടി തന്നെ നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഒത്തിരി കഷ്ടം സഹിച്ചേ പറ്റൂ. ഈ കണ്ടതിൻ്റെയും കേട്ടതിനെയും നമ്മൾ കൂട്ടിച്ചേർക്കാൻ നിൽക്കുമ്പം നമുക്ക് ആത്മീയമായിട്ട് വളരാനായിട്ടോ എവിടെ എത്താനായിട്ടോ നമുക്ക് കഴിയത്തില്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ക്രിസ്തു എന്ന ഏക പുരുഷന് നമ്മൾ അതുപോലെ തന്നെ തീമോഥെയോസിന്റെ ലേഖനം നമ്മൾ വായിച്ചു. അതിൻ്റെ 73-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ആസാഫ് ഇങ്ങനെ പറയുന്നത്, സ്വർഗത്തിൽ എനിക്ക് ആരാണുള്ളത്? ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ നമുക്ക് ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ദൈവത്തിൻ്റെ മുഖം കണ്ട് ഇന്ന് നമ്മൾ കേട്ടതുപോലെ ഇടതടവില്ലാതെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഉള്ളവരാണെങ്കിൽ, ഈ ഭൂമിയിലും നമുക്കത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. സഹോദരന്മാരെ, മറ്റുള്ള എന്തെങ്കിലും ഉണ്ടായാൽ നമ്മുടെ ദൈവത്തിൽ നമ്മളെ അന്യപ്പെടുത്തും. അവിടെ സങ്കീർത്തനക്കാരൻ ആസാഫ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ എനിക്ക് ആരാണുള്ളത്? നീയാണ് എനിക്കുള്ളത്. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ നമ്മളെപ്പറ്റി തന്നെ പരിശോധിക്കുകയാണെങ്കിൽ, ഭൂമിയിൽ കർത്താവല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്തൊരു തലത്തിൽ എത്തിയെന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട് കഴിയത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. കർത്താവേ, എൻ്റെ ആഗ്രഹം അതാണ്, അതിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, അതിനായി എന്നെ താഴ്ത്തുന്നു, അതിനായി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ആഗ്രഹം അതായി തീരണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ നല്ലവരായി നടക്കാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷിയുണ്ട്, ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഞങ്ങൾ നല്ലവരായി നടക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും നല്ലവരായി നടക്കാനുള്ളൊരു ഇച്ഛ, ഒരാഗ്രഹം. അതായത് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തിന് പേര് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവൻ തൃപ്തിപ്പെടുത്തുന്നു. ഇതൊക്കെ ഭൗതിക കാര്യങ്ങളെ ചേർത്താണ് പല സഭകളിൽ നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ നമുക്ക് ദൈവത്തോട് ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അതിലേക്ക് ചേർക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി തുടങ്ങി നമ്മൾ ആരുമല്ല. നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി തുടങ്ങിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തൻ്റെ നാളോളം അതിനെ തേക്കാനായിട്ട് അവന് കഴിയും. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവത്തിലുള്ള ആ ഏകാഗ്രതയിൽ നിർമ്മലം നമ്മളെ തന്നെ സൂക്ഷിക്കാൻ നമുക്ക് ഇടയെത്തിരണം. അതുപോലെ നമ്മൾ 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 3-5 വാക്യം ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്ക 3:5. ആ ആ ആ ആ കണ്ടോ? പൗലോസിന്റെ ഭയം തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളും വിശ്വാസത്തിൽ നിലനിൽക്കണം, ക്രിസ്തുവിലായിരിക്കണം. പൗലോസിന്റെ ഭയം മുഴുവൻ അതായിരുന്നു. ക്രിസ്തുവിനുള്ള ഏകാഗ്രതയെ നിർമ്മലം വിട്ട് വീണ്ടും ജനിക്കപ്പെട്ടവര് അന്യത ഉപദേശിക്കുന്ന വഴിയിലൂടെ കടന്നു പോകരുത്. അവരുടെ ഹൃദയത്തെയും മനസ്സിനെയും സൂക്ഷിച്ച് അവരെ ക്രിസ്തുവിൽ തികഞ്ഞവനായിട്ട് നിർത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചന കേൾവി എല്ലാം നമ്മളെ ആ ഒരു തലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കണം. എത്തിക്കുന്നില്ലെങ്കിൽ സഹോദരന്മാരെ നമുക്ക് ഒരു സ്ഥലത്തും എത്തിപ്പെടാനായിട്ട് കഴിയത്തില്ല. നമ്മൾ കൊലോസ് ലേഖനം 3:19 വാക്യം ഒന്ന് വായിക്കാം. കൊലോസ് ലേഖനം 3:19 വാക്യം. കൊലോസ് ലേഖനം 3:19. ആ ആ ആ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തോടുള്ള ബന്ധത്തിലാണ്.
ഭാര്യമാരെ സ്നേഹിക്കുന്ന കാര്യത്തെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. കാരണം ആദ്യം സ്നേഹം ആരോടാ വേണ്ടത്? ദൈവത്തോടാ വേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഭാര്യയെ സ്നേഹിക്കും, സഹോദരന്മാരെ സ്നേഹിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കും. അവനോട് സ്നേഹിക്കാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ദൈവത്തോട് ആദ്യം നമ്മുടെ സ്നേഹം ആരോടാ വേണ്ടത്? ദൈവത്തോടാ വേണ്ടത്. നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടു നമ്മുടെ നിങ്ങളുടെ ആദ്യ സ്നേഹം ബൈബിളിൽ വായിക്കുന്നത്, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറ്റം നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ട സമയത്ത് സഹോദരന്മാരെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടി കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു. ആ സമയത്ത് ഞാനൊരു കാര്യം പറയാം, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ കർത്താവിനുള്ള സ്നേഹവും ഭക്തിയും ഊഷ്മതയും എത്ര വലുതായിരുന്നു നമ്മൾക്ക്. ആ അവസ്ഥ ഇന്ന് നമുക്കുണ്ടോ? എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കുറഞ്ഞു പോയതായിട്ട് ഞാൻ കാണുന്നുണ്ട് സഹോദരന്മാരെ. കാരണം അവിടുന്ന് ആദ്യ സ്നേഹം ദൈവത്തെ കണ്ടുമുട്ടിയ സമയത്ത്, ദൈവം എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. അതേപോലെ മറ്റുള്ളവരെ ക്ഷമിക്കാനായിട്ടും മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ടും ഒക്കെ എത്രയോ ഉത്സാഹമായിരുന്നു നമുക്ക്. എന്നാൽ മുന്നോട്ട് പോയി നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് ഏകാഗ്രത നഷ്ടപ്പെട്ട് ക്രിസ്തുവിൽ നമ്മൾ അന്യപ്പെട്ടു പോയി, വഷളായിപ്പോയി. ലോകത്തെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കയറി, ലോക ഇഷ്ടങ്ങൾ പ്രവർത്തിച്ച്, നമ്മുടെ ഇഷ്ടങ്ങൾ പ്രവർത്തിച്ച്, അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ ആ സ്നേഹത്തിൽ നിന്ന് തണുപ്പുള്ളവരായിരിക്കുക. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആ സ്നേഹത്തിനെ ആയിരിക്കുന്ന. എന്നാൽ ആ സ്നേഹത്തിലേക്ക് വരാനായിട്ടാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്. ദൈവവചന കേൾവികളൊക്കെ നമ്മളെ ആ തലങ്ങളിലേക്ക് എത്തണം. അല്ല നമ്മൾ വചനം കേട്ട് വചനത്തിൽ ഒത്തിരി നല്ല അർത്ഥവത്തായ കാര്യങ്ങൾ അറിയുന്നതല്ലാണ്, പക്ഷെ അത് അറിഞ്ഞ് അതിൽ മാത്രം അഭിമാനം കൊള്ളാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പൗലോസിൻ്റെ ഭാരം ഇതായിരുന്നു. പൗലോസിൻ്റെ ജീവിതത്തിലെ ആ കഷ്ടങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും പിശാച് പരീക്ഷന് അടുക്ക വന്നു. എപ്പോഴാണ് വന്നത്? 40 ദിവസം ഉപവാസം കഴിഞ്ഞതിന് ശേഷമാണ് പരീക്ഷന് അടുക്ക വന്നിട്ട്, നിനക്ക് വിശക്കുന്നുണ്ട്, നീ കല്ലുകളോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക. ദൈവം എങ്ങനെയാണ് ജയിച്ചത്? വചനത്താലാണ് ജയിച്ചത്. അത് നമുക്കൊരു ദൃഷ്ടാന്തമായിട്ടൊരു മാതൃകയായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുക. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ മുന്നമേ കേട്ടിട്ടുള്ളതാണല്ലോ എന്ന് ഓർത്ത് വളരെ ഗൗരവമില്ല. പക്ഷേ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. സാത്താൻ 3 പരീക്ഷകളായിട്ട് വന്നു. ആ 3-ൽ ഏതെങ്കിലും ഒരു പരീക്ഷയായിരിക്കും ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നേരിടുന്നത്. അതായത് ആ പരീക്ഷകളോട് നമ്മൾ എതിർത്ത് നിൽക്കേണ്ടത്, ദൈവത്തിൻ്റെ വേനം പറയുന്നത് അവിടെ എല്ലാം കർത്താവ് എതിർത്തിങ്ങനെയാണ് വചനത്താലാണ്. അതുകൊണ്ട് പറഞ്ഞ് വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അവിടുന്ന് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വചനം സംഹരിക്കേണ്ടത് ആവശ്യമുണ്ട്. വചനം മാത്രമാണ് നമ്മളെ സഹായിക്കുന്നത്. വചനത്തിൻ്റെ ശക്തി, അത് ദൈവത്തിൻ്റെ വേണ്ടി വായിക്കുന്ന ഒരു തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയായി കൊണ്ട് എത്ര തെറ്റിപ്പോയെന്ന് പരീക്ഷന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു. അവർക്ക് തിരുവെഴുത്തിലുള്ള ദൈവശക്തി അറിയത്തില്ല. തിരുവെഴുത്തറിയാം, തിരുവെഴുത്തുള്ള ദൈവശക്തി അറിയത്തില്ല. ദൈവശക്തി കൂടെ അറിയണം. നമ്മൾ ഇതിനുള്ള ആ ദൈവത്തിൻ്റെ ശക്തി കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ആവശ്യമുണ്ട്. നമ്മുടെ നിർമ്മലത വിട്ട് വഷളായി പോകാതെ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസിൻ്റെ ഭയം അതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ പോലും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകരുത്. കർത്താവ് ഇനിയും വരുന്നത് എന്തിനു വരുന്നത്? കർത്താവ് പാപികളെ മാനസാന്തരത്തിന് വിളിക്കാനല്ല ഇനിയും വരുന്നത്, പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് വരുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി വായിക്കുന്നുണ്ടൊക്കെ, നമ്മൾ മരണവീട്ടിലൊക്കെ ചിന്തിക്കാറുണ്ട് പല കാര്യങ്ങളും. നമ്മൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമ്മുടെ പ്രത്യാശ ആയിലിരിക്കണം. ദൈവത്തിന് വേണ്ടി വായിക്കുന്ന നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രത്യാശിക്കേണ്ടേ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്ത് ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും ഇന്നലെ എന്നും അനന്യനായ ദൈവമാണ്. അവൻ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവൻ്റെ ജീവനാണ് നമുക്കുള്ളത്, വേറെ ഒന്നുമല്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി വായിക്കുന്ന ഏക സത്യദൈവത്തെ നിയോഗിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് നിത്യജീവനാണ്. നമുക്ക് നിത്യജീവൻ എവിടെയാണ് ഉള്ളത്? നിത്യജീവനുള്ളത് യേശു ക്രിസ്തുവിലാണ് ഉള്ളത്. അപ്പം യേശു ക്രിസ്തുവിൽ വസിക്കുന്നവന് മാത്രമേ നിത്യജീവനുള്ളൂ. യേശു ക്രിസ്തുവിൽ വസിക്കാത്തവന് നിത്യജീവൻ ഇല്ല. യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ വസിക്കുന്നവന് മാത്രമേ നിത്യജീവൻ. ആ ജീവൻ യേശുവിൻ്റെ ജീവനാണ്, നമ്മുടെ ജീവനല്ല. ഈ ജീവനിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഈ ജീവനിലാണ് നമ്മളെ ഒരുക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ച വായിച്ച് യേശു വന്നത് നമുക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനോ. ഈ സമൃദ്ധമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കേട്ടത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു, തൻ്റെ കാന്തയും
അധികം ദിവസമില്ല സഹോദരന്മാരെ, ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ അവിടുന്ന് ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. തൻ്റെ കാന്തയും തന്നെത്താൻ തന്നെ ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, ഇപ്പോഴാവുന്നു രക്ഷാദിവസം, ഇപ്പോഴാവുന്നു സുപ്രസാദകാലം. പ്രസാദകാലത്തിൽ നിന്ന് ഉത്തരമരുളി, രക്ഷാദിവസം ഞാൻ നിന്നെ സഹായിച്ചു. നമ്മൾ തള്ളിക്കളയരുത്. ഇപ്പോഴാവുന്നു ദൈവത്തിൻ്റെ സുപ്രസാദകാലം, പ്രസാദ ദിവസം നമ്മൾ തള്ളിക്കളയരുത് സഹോദരന്മാരെ. നമ്മളെ ഒരുക്കുവാനും നമ്മളെ ഉണർത്തുവാനും നമ്മൾ അശുദ്ധിക്കോ ഒന്നും നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കാതെ പൂർണ്ണ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ വേണ്ടി ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അവിടുത്തെ കാന്തയായിട്ട്, മണവാട്ടിയായിട്ട്, കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു ഉത്തമ അവകാശിയായിട്ട് നമുക്ക് ദൈവത്തിൽ നിൽക്കാനായിട്ട് ഇടയായി തരും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും വാഞ്ചയും താല്പര്യവും വെമ്പലും നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന കാര്യവും അതുകൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ.